അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് നടത്തിയെടുക്കാനുള്ളതല്ല. ആഗ്രഹങ്ങൾക്ക് ഒരു നിയന്ത്രണം വരുത്തണം. അത് ജീവിതത്തിലെ വലിയ തടസ്സമായിട്ട് മാറുമെന്നൊന്നും ചിന്തിക്കണ്ട. കാരണം എല്ലാ ആഗ്രഹങ്ങളുടെയും പിന്നാലെ നമ്മൾ പോയാൽ ഒരുമാതിരി ആർത്തി പിടിച്ച പോലെ നമ്മൾ പോകും. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അടിമപ്പെട്ടു പോകരുത്. ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളും ഒക്കെ വരുമ്പം ഇത് എങ്ങനെയാണ്, എന്നെ കൊണ്ട് പറ്റണതാണോ, എനിക്ക് നല്ലതാവണതാണോ, ഇതിൻ്റെ ആർത്തിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും വേണം. അപ്പം ആഗ്രഹങ്ങളും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് അങ്ങ് ജീവിച്ചോളൂ എന്ന് പറയണത് പൂർണ്ണമായും ശരിയല്ല. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ചിലപ്പോൾ എൻ്റെ ആർത്തികളായിട്ട് വരും. അങ്ങനെ ആർത്തികളായിട്ട് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അതിന് അടിമപ്പെടരുത് നമ്മൾ. അല്ലെങ്കിൽ അത് നമ്മളെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും എന്നാണ് പറയുന്നത്. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.